മിഅറാജിൻ്റെ നോമ്പ് റജബ് 27 നോമ്പ് നാളെ പകലാണ്. ഇന്ന് രാത്രി മിഅറാജിൻ്റെ സുന്നത്ത് നോമ്പ് എന്ന നിയ്യത്തോടു കൂടെയാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എല്ലാ മാസവും നടക്കുന്ന ജലാലിയ റാത്തീബ് ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച രാത്രി പള്ളിയിൽ വെച്ച് നടക്കും. എല്ലാവരും പങ്കെടുക്കണം. മിഅറാജിൻ്റെ നോമ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇസ്റാ മിഅറാജ് എന്നത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്. ഇസ്റാ എന്നത് പരിശുദ്ധ ഖുർആൻ തന്നെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിയതും തുടർന്ന് അങ്ങോട്ട് ആകാശത്തിലേക്ക് കയറിപ്പോയി റബ്ബിനെ കണ്ടതാണ് മിഅറാജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതൊക്കെ പറയുമ്പോഴും സാധാരണക്കാരായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, മഹാനായ ഇമാം ശിറാസ് റളിയല്ലാഹു അൻഹു അൽ ഇശാറത്തു ഇലാ മദ്ഹബി അഹ്ലിൽ ഹഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അള്ളാഹുവിനെ കാണാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിപ്പോയി എന്നതിൻ്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലുണ്ട് എന്നല്ല. فعروج النبي صلى الله عليه وسلم لا يدل على أن الله سبحانه وتعالى في السماء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅറാജിന്റെ അന്ന് രാപ്രയാണം നടത്തി ആകാശത്തിലേക്ക് കയറിപ്പോയി എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ആകാശത്തിലാണെന്ന് ആരും മനസ്സിലാക്കരുത്. അങ്ങനെ ഒരു സൂചന പോലും അതിലില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥലകാലങ്ങൾക്ക് അതീതനാണ്. കാലത്തെ പടക്കുന്നതിന് മുമ്പേ അല്ലാഹു തആലയുണ്ട്. പിന്നെങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന സ്ഥലത്താണ് എന്ന് അല്ലാഹുവിനെ പറ്റി പറയാൻ പറ്റുക? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിന്റെ സംസാരം കേൾക്കാൻ, കലാമ് കേൾക്കാൻ മല കയറിപ്പോയ സംഭവം പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിന്റെ അർത്ഥം അല്ലാഹു തആല മലയിലുണ്ട് എന്നാണോ? അല്ലല്ലോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ ആകാശത്തിലേക്ക് റബ്ബിനെ കാണാൻ വിളിച്ചു വരുത്തിയത് അല്ലാഹു ആകാശത്തിലായതുകൊണ്ടല്ല, മറിച്ച് ഇമാം ശിറാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഉറൂജുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന സിയാദത്തൻ ഫീ ദറജതിഹി വഉലുവൻ ലിമൻസിലതി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം കൂടാനും പദവി വർദ്ധിക്കാനുമാണ്. അതിനു പുറമെ വലിയതബയ്യനൽ ഫർഖു ബൈനഹു വബൈന ഗൈരിഹി ഫിൽ മൻസില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടൽ ഈ ബാഹ്യമായ പ്രപഞ്ചത്തിൽ മാത്രമല്ല, ഈ ബാഹ്യമായ ദുനിയാവിൽ മാത്രമല്ല, അതിനപ്പുറം ആകാശങ്ങളും മറികടന്നിട്ട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്ന് നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅറാജിന്റെ രാത്രിയിൽ അങ്ങനെ ആകാശവും മറികടന്ന് അതിനപ്പുറത്തുള്ള പല ലോകങ്ങളും കാണാനുള്ള സൗകര്യം ഒരുക്കിയത് കൊണ്ടാ. അപ്പൊ മറ്റുള്ളവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ശരിക്കും ബോധ്യപ്പെടാൻ, വ്യക്തമാവാൻ വേണ്ടിയും കൂടിയായിരുന്നു മിഅറാജിന്റെ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് സംവിധാനിച്ചിട്ടുള്ളത്. മിഅറാജിന്റെ രാത്രിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം ഫർളാക്കി കൊടുക്കുന്നത്. അതും കൂടി നബി തങ്ങളെ വിളിച്ചു വരുത്തിയതിന്റെ പിന്നിലെ ഒരു പൊരുളാണ്. എല്ലാ ഇബാദത്തുകളും അല്ലാഹു തആല ജിബ്രീലിലൂടെ വഹയായിട്ട് നബി തങ്ങൾക്ക് ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കല. അതേസമയം നിസ്കാരത്തിന് വേണ്ടി മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയിട്ട് കൊടുത്തതാ. അത് നിസ്കാരത്തിന് മറ്റുള്ള ഇബാദത്തുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നൊരു പ്രത്യേകതയാണ്, ഒരു പവറാ. അതുകൊണ്ട് തന്നെ മറ്റു ഇബാദത്ത് പോലെ അല്ലല്ലോ ശരിക്കും നിസ്കാരം. നോമ്പെടുക്കാൻ കഴിയാത്തവനിക്ക് മുദ്ദു കൊടുത്തിട്ട് രക്ഷപ്പെടാൻ വകുപ്പുണ്ട്. ഹജ്ജിന് നേരിട്ട് പോകാൻ പറ്റാത്തവനിക്ക് പകരം ആളെ പറഞ്ഞേക്കാൻ വകുപ്പുണ്ട്. സക്കാത്ത് സമ്പത്തില്ലാത്തവൻ തീരെ കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. അതേ സമയം നിസ്കരിക്കുന്നവൻ അവൻ നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ഇരുന്ന് നിസ്കരിക്കണം, പറ്റാതെ വരുമ്പോൾ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കണം, പറ്റാതെ വരുമ്പോൾ മലർന്നു കിടന്ന് നിസ്കരിക്കണം. ഒന്നിനും പറ്റിയില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നിസ്കരിക്കണം. ബുദ്ധിയുള്ള കാലത്തോളം നിസ്കാരം ഒരു മനുഷ്യന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാകുന്ന പ്രശ്നമില്ല. അത് മറ്റു ഇബാദത്തുകളിൽ നിന്ന് അള്ളാഹു നിസ്കാരത്തെ ശറഅക്കുമ്പം തന്നെ വ്യത്യാസപ്പെടുത്തിയിട്ടാ ശറഅക്കിയത്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന് മറ്റു ഇബാദത്തുകളെക്കാൾ പ്രത്യേകത കൂടുതലാണ്. ഒന്നും കൂടി റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്, ലൈലത്തുൽ ഇസ്റാ തന്നെ നിസ്കാരത്തിനു വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്തത് എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി തങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയ മുഴുവൻ രാത്രികളെ അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും മഹത്തുള്ള രാത്രിയാണ് ഇസ്റാഇന്റെ രാത്രി എന്ന് പറയുന്നത്. ഷർവാനി തന്നെ പല ഫിഖിന്റെ കിതാബിലും ചർച്ചയുണ്ട്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തുള്ള രാത്രി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച രാത്രിയാണോ അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണോ ചർച്ചയുണ്ട്. പക്ഷേ പണ്ഡിതന്മാർ ഒരു കാര്യം പറഞ്ഞു, അമ്മാ ബിന്നിസ്ബത്തി ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലൈലത്തുൽ ഇസ്റാഇ അഫ്ളലുൽ ലയാലി. നബി തങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ഇസ്രാഇന്റെ രാത്രിയാ. ലിഅന്നഹു റഅ റബ്ബഹു ഫീഹി ബിഐനൈ റഅസി. നബി തങ്ങൾ അല്ലാഹുവിനെ നേർക്കാഴ്ചയിലായി കണ്ടതാണ് ആ രാത്രിയിൽ. അതുപോലൊരു രാത്രി നബി തങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. അപ്പൊ ഏറ്റവും മഹത്വമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാഇന്റെ രാത്രിയിൽ ഉമ്മത്തുകളാകുന്ന നമുക്ക് ഏറ്റവും മഹത്വമുള്ള ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു എന്നത് അത് ഇസ്രാഇന്റെ അന്ന് നബി തങ്ങൾ ആകാശത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യവും കൂടിയാണ്. ഒന്നും കൂടി ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്രാ മിറാജ് രാപ്രയാണത്തിന് വേണ്ടി വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അതിനു മുമ്പായി നബി തങ്ങളുടെ ഹൃദയം പൂർണ്ണമായി ശുദ്ധമാക്കിയിട്ടാ കൊണ്ടുപോയത്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ആ സംഭവമുണ്ട്. ശഖ്ഖു സ്വദർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം കീറിയ സംഭവം. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നിസ്കാരത്തിലേക്ക് നിൽക്കുന്നത് എങ്ങനെയാ? ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും നജസ്സിൽ നിന്നും എന്നല്ല പണ്ഡിതന്മാർ പറഞ്ഞു. നിസ്കാരത്തിലേക്ക് നിൽക്കുന്നവൻ അവന്റെ ഹൃദയം മുഴുവൻ ശുഗലുകളിൽ നിന്നും ചിന്തകളിൽ നിന്നും ശുദ്ധമാക്കിയിട്ട് വേണം നിൽക്കാൻ. നബിതങ്ങളെ പൂർണ്ണ ശുദ്ധമാക്കി ആകാശത്തിലേക്ക് വിളിച്ചു വരുത്തിയത് അങ്ങനെ വേണം നമ്മൾ നിസ്കാരത്തിന് നിൽക്കാനെന്ന് ബോധ്യപ്പെടുത്താനാ. പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅറാജിന്റെ അന്ന് ജസദ് കൊണ്ട്, ബോഡി കൊണ്ടാണ് റബ്ബിലേക്ക് അടുത്തത്. ഈ ദുനിയാവിൽ നമുക്കതിന് അവസരമില്ല. സ്വർഗത്തിൽ പോയാൽ അള്ളാഹുവിനെ കാണാൻ മുഅ്മിനീങ്ങൾക്ക് അവസരമുണ്ട്. ജസദ് കൊണ്ട് അടുക്കാനുള്ള അവസരം ഈ ഭൂമി ലോകത്ത് അള്ളാഹു നബിതങ്ങൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ മുഅ്മിനീങ്ങളായ നമ്മൾ അതിന്റെ പേരിൽ സങ്കടപ്പെടേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നിസ്കാരം ശറാക്കി തന്നിട്ടുള്ളത് റൂഹ് കൊണ്ട്, ഹൃദയം കൊണ്ട് ആ റബ്ബിലേക്ക് ദിവസവും 5 നേരം അടുക്കാൻ വേണ്ടിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു മിഅറാജുൽ മുഅ്മിൻ. ഈമാനുള്ളവരുടെ മിഅറാജ് എന്ന് പറയുന്നത്, മനസ്സുകൊണ്ട് റബ്ബിലേക്കുള്ള അടുപ്പം എന്ന് പറയുന്നത് അത് അവൻ 5 നേരം നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അപ്പൊ നമുക്കും മിഅറാജ് ഉണ്ട്, അത് നിസ്കാരത്തിലൂടെയാണ്. ആ നിസ്കാരം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ വീട്ടിൽ എന്തെങ്കിലും ഒരു കല്യാണമോ മറ്റോ വരുമ്പോൾ അതിൻ്റെ മുന്നിലും പിന്നിലുമായി കുറേ ദിവസം ഇങ്ങനെ ഫംഗ്ഷൻ വെക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള പല പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം പലപ്പോഴും നമ്മുടെ വീടുകളിൽ അതുപോലെ കല്യാണത്തിന് വരുന്ന ആളുകൾ പലപ്പോഴും നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ വളരെയധികം വ്യാപകമായിട്ടുണ്ട്. വൈകുന്നേര സമയത്തൊക്കെയാണ് കല്യാണം വെക്കുന്നതെങ്കിൽ അന്നത്തെ മഗ്രിബിന് തീരെയില്ല. കാരണം മഗ്രിബിനൊക്കെ കുറച്ച് സമയമുള്ളൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നിസ്കാരത്തിന് ഒരു 5 മിനിറ്റ് നമ്മൾ മാറ്റിവെക്കണം. വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം നിർബന്ധമായിട്ടും ഒരുക്കിയിരിക്കണം. ഒരു നിസ്കാര മുറി, അതിലാവശ്യമുള്ളത്ര നിസ്കാരക്കുപ്പായം. കല്യാണത്തിന്റെ പേരിൽ പുതിയ പെണ്ണിന് എത്രയെല്ലാം വസ്ത്രങ്ങൾ വാങ്ങുന്നുണ്ട്. അക്കൂട്ടത്തിൽ വരുന്ന സ്ത്രീകൾക്കൊക്കെ നിസ്കരിക്കാൻ കുറച്ച് നിസ്കാരക്കുപ്പായം വാങ്ങുന്നതിന് എന്ത് ചെലവാണുള്ളത്? ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുമ്പോൾ അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം അടുത്തന്നെയുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് എന്ത് തടസ്സമാണ് നമുക്കുള്ളത്? അങ്ങനെ ഏത് ഫംഗ്ഷൻ ആണെങ്കിലും, ഏത് മരണ വീടാണെങ്കിലും, ഏത് സൽക്കാരമാണെങ്കിലും, വിരുന്നാണെങ്കിലും, പാർട്ടിയാണെങ്കിലും നിസ്കാരം മുടങ്ങാത്ത നിലക്കുള്ള ഇത്തരം നല്ല നല്ല പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മുടെ പരിപാടിയിൽ ഭാവിയിൽ ബറക്കത്തുണ്ടാവാൻ വലിയ കാരണമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ദലായിലുൻ നബുവയിൽ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅറാജിന്റെ രാത്രി യാത്ര പോയപ്പോൾ പല വലിയ വലിയ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ കണ്ടപ്പോൾ ആ കൂട്ടത്തിൽ ഒരു കൂട്ടരെ കാണുന്നുണ്ട്. തുൽറഹു റൂസുഹും ബിസ്വഖർ. ആ മനുഷ്യരുടെ തലയിലേക്ക് വലിയ വലിയ പാറക്കല്ലുകൾ എറിഞ്ഞു പൊട്ടിക്കപ്പെടുന്നുണ്ട്. തല ചിന്നിച്ചിതറുന്നുണ്ട്. അങ്ങനെ ചിന്നിച്ചെതറിയ തല വീണ്ടും പഴയ പോലെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുന്നു. വീണ്ടും എറിഞ്ഞു പൊട്ടിക്കപ്പെടുന്നു. ഇങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ജിബ്രീലിനെ വിളിച്ചിട്ട് ചോദിച്ചു, മൻ ഹഉലാഇ യാ ജിബ്രീൽ, ആരാണ് ഇത്രയും മാരകമായ ശിക്ഷയ്ക്ക് വിധേയരാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്ത മറുപടി എന്താ? നിസ്കരിക്കാൻ മടി കാണിച്ച് തലക്ക് ഭാരം പിടിക്കുന്നവർ, സുജൂദിന് മനസ്സ് വരാത്തവർ, അവരാണ് ഈ രീതിയിൽ തല പൊട്ടിക്കപ്പെടുന്നവരെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി കൊടുത്തത് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ദലായിലുൻ നബുവയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ആഖിറത്തിലെത്തുമ്പോൾ വലിയ ഖേദത്തിന് വകുപ്പ് വരുത്തുന്നതാണ് ഫർള് നിസ്കാരം നഷ്ടപ്പെടുത്തുക എന്നത്. ചില ആളുകൾ ചിലപ്പോൾ നിസ്കരിക്കും, ഖളാക്കിയിട്ടാണ് നിസ്കരിക്കുക. നിസ്കാരം പാടെ ഒഴിവാക്കുന്നതൊരു തെറ്റ്.
നിസ്കാരം സമയത്തിൽ നിന്ന് പിന്തിപ്പിക്കുന്നത് പിന്നൊരു തെറ്റാ. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അസ്സവാജിർ എന്ന് പറയുന്ന വന്തോഷങ്ങളെ മാത്രം പരിചയപ്പെടുത്തുന്ന ഒരു കിതാബ് ഉണ്ടാക്കിയപ്പോൾ അതിൽ 77 നമ്പർ വന്തോഷം എന്താ? നിസ്കാരം ഒഴിവാക്കലല്ല, മറിച്ച് ബോധപൂർവം മറന്നിട്ടോ ഉറങ്ങിയിട്ടോ അല്ലാതെ നിസ്കാരം സമയത്തിൽ നിന്ന് പിന്തിപ്പിച്ച് ഖളാ ആക്കുന്നത് തന്നെ വലിയ വന്തോഷമാണ്. അപ്പോൾ ഖളാ ആവാത്ത വിധത്തിൽ തന്നെ നിസ്കരിക്കാൻ ഈ മിഅ്റാജോടുകൂടെ നമ്മളൊക്കെ പ്രതിജ്ഞ ചെയ്യണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിഅ്റാജിൻ്റെ സുന്നത്ത് നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പാണ്. എത്രയോ പിൻകാലക്കാരായ പണ്ഡിതന്മാർ അവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ മിഅ്റാജിൻ്റെ അന്ന് നോമ്പ് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മിഅ്റാജിൻ്റെ റജബ് 27 നോമ്പിന് 10-60 മാസത്തെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്ന് മഹാനായ ഗസ്സാലി ഇമാം ഗുന്യയിലും ഇഹ്യായിലും ഗുന്യയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ട നോമ്പാണത്. അതുകൊണ്ട് എല്ലാവരും ആ നോമ്പ് അനുഷ്ഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ മുസ്തഫ.